നമസ്തേ ട്ടാ. നമസ്തേ, ഇരിക്കൂ. ഓ, ഞാൻ വസുന്ധര ദേവി. കാണാതായ മകളെ തേടി വന്ന ഒരമ്മയാണ് ഞാൻ. എൻ്റെ മകൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. തരൂ. തിലോത്തമ? ഇവിടെ കിട്ടിയ കുട്ടിയുടെ പേര് തിലോത്തമ എന്നാ? അതെ. എങ്കിൽ ആ തിലോത്തമ എൻ്റെ മകളാ. സിസ്റ്റർ, തിലോത്തമ വിളിക്കൂ. പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ അവളെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയിക്കോട്ടെ. മകൾ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ അവളുടെ അച്ഛൻ കുടിച്ചു ബോധമില്ലാതെ അന്ന് വീണതാ. പിന്നീട് ഇതുവരെ എഴുന്നേറ്റിട്ടില്ലേ? ഞാനിവിടെ വരുന്നത് വരെ എഴുന്നേറ്റിട്ടില്ല. ഇനി ഇപ്പൊ എഴുന്നേറ്റിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പോയി നോക്കണം. ഏയ്, അത് വേണ്ട. ബോധം വരുമ്പോ പിന്നെയും കുടിക്കും. അപ്പൊ ബോധം കെടും. അങ്ങനെ അങ്ങനെ ബോധം വരിക, കെടുക, വരിക, ഓ കെടുക. ജീസസ്. അതാരാ? 6, 7, 8. ഇത് ഏതാ ഈ അമ്മയും കുഞ്ഞും? അപ്പൊ ഇതല്ലേ നിങ്ങളുടെ മോള്? അല്ലാന്ന് ആരാ പറഞ്ഞേ? ഇത് തന്നെയാ. മുണ്ടും നേരിയതും എടുത്ത് അമ്പലത്തിൽ പോയതല്ലേ എന്റെ മോള്. ഈ കോലത്തിൽ കണ്ടപ്പോ മുഖച്ചായ തന്നെ അങ്ങോട്ട് മാറി. എന്റെ മോളെ, നിന്നെ കാണാതെ നിന്റെ അച്ഛൻ ബ്രാൻഡി കുടിച്ച് പ്രാന്ത് പിടിച്ചിരിക്കുക. വാ, നമുക്ക് പോവാം. കുട്ടിപ്പിശാശ് മുടിയുമേന്ന് വിടാൻ, അല്ലെങ്കിൽ വിവരറിയും. ചവിട്ടി കൂട്ടും ഞാൻ. കുട്ടിപ്പിശാചാ, അടിക്കടി തള്ളയുടെ മോന്തി കിട്ടുന്നു. ഈശ്വര, ഇതേതാ ഈ കുട്ടി? സിസ്റ്ററിന്റെ? എന്റെ മോളാ, ടിങ്കു. നിങ്ങൾക്കറിയില്ലേ കൊച്ചിനെ? വീട്ടിൽ നിന്ന് പോരുമ്പോ ഇതൊന്നും ഇല്ലായിരുന്നു. ആട്ടെ, ഈ കുട്ടിയുടെ തന്ത ആരാന്നറിയോ? തന്തയില്ലാത്തവളാ എന്റെ മോള്. ഹാവൂ, നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. സിസ്റ്റർ, ഇനി ഞങ്ങൾ പോട്ടെ. മാഡം, ഒന്നിങ്ങി വരൂ. വല്ലാണ്ട് അടുത്തേക്ക് വരണോ? വരൂ. ദേ വരുന്നു കേട്ടോ. ആ കുട്ടിയുടെ മാനസിക നില തകരാറിലായിരുന്നോ? ഇല്ലെന്ന് എന്റെ ഓർമ്മ അല്ലേ? എങ്കിൽ ഇപ്പൊ നോർമൽ അല്ല. ഉം, അതാ സ്വന്തം അമ്മയെ പോലും ആ കുട്ടി തിരിച്ചറിയാഞ്ഞ്. ഉം, എന്തായാലും മാഡം ഇന്നിവിടെ താമസിച്ചോളൂ. ഉം. ബാക്കിയെല്ലാം നാളെ പോലീസ് എത്തിയിട്ട് തീരുമാനിക്കാം. പോലീസാ? അതിന് ഞാൻ... പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാ ഇത്. അവരുടെ സാന്നിധ്യത്തിലെ ഇനി കൈമാറാൻ പറ്റൂ. അപ്പൊ പോലീസ് വരണേല് മുമ്പ് അവളെ കൊണ്ടുപോകണല്ലോ. എന്താ ആലോചിക്കണേ? എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എവിടെ എന്റെ റൂം? ഇവിടെ ഇപ്പോ മുറി ഒഴിവില്ല. തൽക്കാലം എന്റെ കൂടെ കഴിയാം. സിസ്റ്ററിന്റെ കൂടെയാ? അതെ. എന്താ, ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, ബുദ്ധിമുട്ടൊന്നുമില്ല. സിസ്റ്ററെ, കുരിശ് വരച്ച് കിടന്നോളൂ കേട്ടോ. അവനവൻ തന്നെ അവനവനെ കൺട്രോൾ ചെയ്യേണ്ടത്. ഇനി 5-6 മണിക്കൂറല്ലേ ഉള്ളൂ. ആ തിലോത്തമ്മയുടെ അമ്മ അവളെ തേടി വന്നിരിക്കുന്നു. അമ്മയോ? ആ, സ്വന്തം അമ്മയോ? അതേടാ. അതേന്ന്. നാളെ പോലീസിന്റെ സാന്നിധ്യത്തിൽ അവളെ അവളുടെ അമ്മയ്ക്ക് കൈമാറും. എങ്കിൽ നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് അവളെ നമ്മൾ ഇവിടുന്ന് പൊക്കിയിരിക്കണം. നീ വെളുപ്പിന് 4 മണിക്ക് മുമ്പേ അവളെയും കൊണ്ട് മുറിക്ക് പുറത്തിറങ്ങണം. ആ, അത് ഞാൻ ഏറ്റു. നീ കോറിഡോറിന് അവിടെ കാത്തു നിന്നാ മതി. ഞാൻ അവളുമായിട്ട് വന്നോളാം. ആ, ആരുമില്ല. സമയം 1 മണിയായെന്ന് തോന്നുന്നു. ഞാൻ ഒന്നിന് പോകാൻ ഇറങ്ങിയതാ. ഞാനും ഒന്നിനാ. തുറക്കുന്നില്ലല്ലോ. കുറയ്ക്ക് മുട്ടണം. ദേ ഇങ്ങനെ. ഹായ്, ഫോട്ടോഗ്രാഫർ. എന്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? ഫോട്ടോ തരാം, പക്ഷെ എന്റെ കൂടെ വരണം. ഞാൻ വരാം. എന്റെ കൊച്ചിനെ തട്ടുപോയല്ലോ. ഇവന്റെ അമ്മ മക്കച്ചി 2 പ്രാവശ്യം എന്റെ കൊച്ചിനെ അമ്മയല്ല. വെറുതെ ചുമ്മാ 2 തവണ ട്രൈ ചെയ്തിരുന്നു. ഇവൻ ഇവിടുന്ന് പറഞ്ഞു വെച്ചാലേ ഞാൻ വരൂ. പോടെ, ഞാൻ ഇവിടെ എങ്ങനെയും കൊണ്ടുവരും. പിന്നെ കൊച്ചിനാരും കൊണ്ടുവരും. കുട്ടിയെ ഞാൻ കൊണ്ടുവരാം. ഇവളെ ബിസി ചെയ്താലും കൊച്ചിനെ കൊണ്ടുവരാതിരുന്നാലല്ല. ഇല്ല. മുമ്പ് ഇത് മാറി. ഒന്ന് മാറിയ പ്രാന്തിച്ച്. ചെകുത്താനെ. ചെകുത്താൻ നിന്റെ അമ്മായിപ്പൻ. എടോ, മോളെ അവന് വട്ട. മോളെ ലെഫ്റ്റ്. അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഒരു ബലം. ഉറങ്ങിക്കിടക്കുവാണോ അതോ ഉറക്കം അഭിനയിക്കുവാണോ? തിലോത്തമേ, തിലോത്തു ഇവിടെ പോയി. ആ, ടോയ്ലറ്റിൽ പോയതായിരിക്കും. വരട്ടെ. നിങ്ങളുടെ പൈസ കൊണ്ട് മുങ്ങിട്ട് മരണിൽ പൊങ്ങിക്കഴിഞ്ഞ് കണ്ടുപിടിക്കലെന്ന് വിചാരിച്ചല്ലേ? എങ്ങോട്ടാ? 2 മണിയായെന്ന് തോന്നുന്നു.
പോകുന്നു ഒന്ന് രണ്ടിന് പോകാമെന്ന് വെച്ചു. ഞാനും രണ്ടിനാ രക്ഷപ്പെട്ടു അവന്മാരിവിടെ ഉണ്ട്. പൊന്നപ്പ പിടിച്ചോളാം, ഇത് അവന്മാരാടാ. ഹായ് മണി. കുറച്ചുകൂടെ മണി അടിച്ചിട്ട് പോവാം. ടിങ്കു, ടിങ്കു മോളെ വാ. വിടില്ല, ഞാൻ വിടില്ല. എന്റെ ജീവിത അഭിലാഷമാണ് എന്നെ പിടിക്കാന്നുള്ളത്. അച്ചു എന്താ ഈ കാണിക്കുന്നേ? അല്ല എടാ നിക്കടാ, എടാ നിന്നോട് നിക്കാനാണ് ഞാൻ പറയുന്നത്. ദൈവമേ, ഈ കൊച്ചി ഇവിടെ വന്നാ